കഥ കസേരകളി കഥകളി. ഈ കോൺഗ്രസുകാർ എത്ര ചെരുപ്പെറിഞ്ഞാലും എത്ര കല്ലെറിഞ്ഞാലും നവകേരള സദസ്സ് വൻ വിജയമാണെന്നാണ് വാസവൻ മന്ത്രി പറയുന്നത്. പിണറായി സഖാവിൻ്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ സ്ഥലങ്ങൾ നവകേരള സദസ്സ് എന്ന പേരിൽ അറിയപ്പെടുമത്രേ. ബസ് മ്യൂസിയത്തിൽ വെച്ച് പൈസ ഉണ്ടാക്കാം, മൈതാനത്തേക്ക് കാശ് വെച്ച് ആളുകളെ കയറ്റി സർക്കാരിന് നല്ല വരുമാനവും ഉണ്ടാക്കാം. എന്തായാലും കോട്ടയത്ത് യാത്രയോടൊപ്പം കാളയോട്ടമില്ലാന്ന് നന്നായി. കുമളിയിൽ കാളകൾ വിരണ്ടതേയുള്ളൂ. ഈ തള്ളു കേട്ടാൽ വാസവനെ കുത്തിവീഴ്ത്തിയേനെ കാളകൾ. കേരളത്തിൻ്റെ കരുത്തിൻ്റെയും കർമ്മശേഷിയുടെയും പ്രതീകമായ കാലം കരുതി വെച്ച കർമ്മയോഗി ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു. സഖാവ് പിണറായി വിജയന്റെ പാദസ്പർശമേറ്റ ഈ മൈതാനം നവകേരള സദസ് മൈതാനം എന്ന ഭാവിയിൽ അറിയപ്പെടുമ്പോൾ നമുക്കേറെ അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും മതി നൽകും. സന്തോഷവും അറിയിക്കുകയാണ്. കാലം കരുതി വെച്ച കർമ്മയോഗി നമുക്കിവിടെ മനോഹരമായ മന്ദിരമുണ്ടായി, എല്ലാ ആധുനിക പശ്ചാത്തല സൗകര്യങ്ങളുള്ള സ്കൂളുകളുടെ ക്ലാസ് റൂം ഉണ്ടായി. അത്തരമൊരു സന്ദർഭത്തിൽ മനോഹരമായ ഒരു മൈതാനം കൂടി നമുക്കുണ്ടായി. ഈ മൈതാനം ഭാവിയിൽ നവകേരള സദസ് മൈതാനം എന്നറിയപ്പെടണം എന്നാണ് ഈ നാടിന്റെ ചിരകാലാഭിലാഷം. അവിടെ തെക്കും മുറിക്കാര് പട്ടിനും പൂച്ചനെ കൊണ്ടേ കളയാൻ ഒരു തുരുത്തില്ലേ, അതായി പറയണേ. അതന്നെ കറക്റ്റ്. അതാ തീട്ടപ്പറമ്പിന്റെ സൈഡിൽ കൂടെയുള്ള വഴിയല്ലേ? വഴി മാത്രമേ ഞങ്ങളുടെ ഉള്ളൂ, തീട്ടപ്പറമ്പ് നാട്ടുകാരുടെയാണ്. ശിവൻകുട്ടി സഖാവിന് ശേഷം നിയമസഭയിൽ അഭ്യാസം കാണിക്കാൻ നല്ലൊരു സഖാവില്ലാതെ വിഷമിക്കുകയായിരുന്നു CPM. മാവേലിക്കര നഗരസഭയിൽ പുതിയൊരു സഖാവ് വളർന്നു വരുന്നുണ്ട്. ശിവൻകുട്ടി സഖാവിന് ഭീഷണിയായി. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കുകയാണോ തന്നെ.